തെക്കൻ കേരളത്തിൽ ലീഗ് ഇല്ലാതാകുന്നതിന് പ്രധാന കാരണം കോൺഗ്രസ് ആണ് എന്ന് മുസ്ലിം ലീഗ് യോഗത്തിൽ വിമർശനം. UDF-ൽ കടുത്ത അവഗണനയെന്ന് ലീഗ് ഭാരവാഹി യോഗത്തിൽ രൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. തെക്കൻ കേരളത്തിൽ ലീഗ് ഇല്ലാതാകുന്നതിന് കാരണം കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് നേതാക്കൾ പറയുന്നത്. മധ്യ കേരളത്തിലും അവഗണന നേരിടുന്നുവെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംബന്ധിച്ച് നടന്ന ചർച്ചയിൽ നേതാക്കൾ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് മുന്നണിയിലെ പൊരുത്തക്കേടുകൾ സംബന്ധിച്ച് നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും UDF-ൽ പരിഗണന കിട്ടുന്നില്ല. മുന്നണി യോഗത്തിലേക്കും കൺവെൻഷനിലേക്കും ലീഗിനെ വിളിക്കുന്നില്ല. കൊല്ലം കൺവെൻഷനിൽ ലീഗ് പ്രതിനിധിയെ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കൊല്ലം UDF യോഗം ലീഗ് ബഹിഷ്കരിച്ചിട്ടുണ്ടായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിനപ്പുറം ലീഗിന് വേണ്ടത്ര പ്രാതിനിധ്യവുമില്ല. കഴിഞ്ഞ തവണ ലീഗിന് അനുവദിച്ച വാർഡുകളിൽ കോൺഗ്രസ് വിമതരെ മത്സരിപ്പിച്ചതും നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. മലബാറിൽ സീറ്റ് വിഭജനത്തിലും അധികാരം വെച്ചു മാറുന്നതിലും കോൺഗ്രസിനെ ലീഗ് പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ലീഗിന് സ്വാധീനം കുറഞ്ഞ പ്രദേശങ്ങളിൽ ഈ പരിഗണന തിരിച്ചു കിട്ടുന്നില്ല. ലീഗ് ഭാരവാഹി യോഗത്തിൽ ഉയർന്ന വിമർശനം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിക്കാനാണ് തീരുമാനം. അതേസമയം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും മുന്നോടിയായി NSS-ഉമായുള്ള അകൽച്ച കുറയ്ക്കാനാണ് കോൺഗ്രസ് ഊർജിത ശ്രമം നടത്തുന്നത്. മുതിർന്ന നേതാക്കളായ PJ കുര്യനും കൊടിക്കുന്നിൽ സുരേഷിനും പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പെരുന്നയിലെ NSS ആസ്ഥാനത്തെത്തി ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. സന്ദർശനം സൗഹൃദപരമാണ് എന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ നീക്കങ്ങൾക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം തന്നെയാണുള്ളത്. ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ തിരുവഞ്ചൂർ തയ്യാറായിട്ടില്ലായിരുന്നു. NSS-ന്റെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് പറയാൻ തനിക്ക് അധികാരമില്ല എന്നും NSS-ന് അവരുടേതായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് എന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. NSS-ഉമായിട്ട് അകൽച്ചയില്ല എന്നും അദ്ദേഹം പറയുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തങ്ങൾ ആരെയും അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല എന്നും ഇതെല്ലാം മാധ്യമങ്ങളുടെ വാർത്തകളാണ് എന്നുമാണ് പ്രതികരിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വാദങ്ങളെ തള്ളിക്കളയുന്നതാണ് പെരുന്നയിലേക്കുള്ള മുതിർന്ന നേതാക്കളുടെ തുടർച്ചയായ സന്ദർശനങ്ങൾ. NSS ഏതെങ്കിലും ഒരു മുന്നണിയോട് ചായുന്നത് തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ ക്ഷീണമുണ്ടാക്കും എന്നുള്ള തിരിച്ചറിവാണ് ഈ അനുനയ നീക്കങ്ങൾക്ക് പിന്നിൽ തന്നെ ഉള്ളത്. വരും ദിവസങ്ങളിൽ KC വേണുഗോപാല്, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കളും പെരുന്നയിലേക്ക് എത്തും എന്നുള്ളത് തീർച്ച തന്നെയാണ്.